ഗൈസ്, വെൽക്കം ടു ഗാസ്ട്രോണ്ടാർ മൂവി റിവ്യൂ ചാനൽ. ഇതിപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയാണ്. ഇപ്പോൾ പറയാൻ പോകുന്ന സിനിമയുടെ ഏതാണെന്ന് വെച്ചാൽ ഭീമ എന്ന് പറയുന്ന ഒരു തെലുങ്ക് സിനിമയുടെ റിവ്യൂ ആണിത്. ആ സിനിമ അഭിനയം ചെയ്യുന്നത് ഗോപിചന്ദ്, ഭഗവാൻ ശങ്കർ, പ്രിയ ഭഗവാൻ ശങ്കർ, മാളവിക ശർമ്മ, വെണ്ണില കിഷോർ, നാസർ എന്നിവരെയാണ് സിനിമ അഭിനയിച്ചിരിക്കുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഈ വർഷത്തെ അപരാധങ്ങളിൽ ഒന്നാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ പടത്തിൽ എന്തിനാണ് ഗോപിചന്ദ് അഭിനയിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ഈ ഗോപിചന്ദ് സിനിമയിൽ രണ്ട് റോളാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒന്ന് ചേട്ടൻ ഗോവിന്ദ്, പിന്നെ ഗോവിന്ദ്, അങ്ങനെയാണ് അഭിനയിച്ചിരുന്നത്. പടത്തിൽ എനിക്ക് ഫസ്റ്റ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫിൽ ഗോവിന്ദൻ അഭിനയമുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഗോവിന്ദൻ്റെ അഭിനയമുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ സിനിമ തീരാറായിരുന്നു. നാസർക്കയുടെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, അത് പറ്റുള്ള. പിന്നെ പാട്ടും സിനിമയിൽ പാട്ട് എടുത്തിരിക്കും. പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചെയ്തിരിക്കുന്നത് KGF സലാർ. മുഫ്തി എന്ന സിനിമകൾക്ക് സംഗീതം മ്യൂസിക് കമ്പോസ് ചെയ്യുകയും ബാക്ക്ഗ്രൗണ്ട് ചെയ്ത നമ്മുടെ രവി ബസ്രൂറാണ് സിനിമയുടെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇരിക്കുന്നത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതിൽ എനിക്ക് സമ്മതമായിട്ട് കാരണം അത് BGM മ്യൂസിക് പൊടി കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് പറയാനുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയിൽ ഒരു നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എഡിറ്റിംഗ് 2 മണിക്കൂർ 21 മിനിറ്റാണ് ഈ സിനിമയുടെ ടോട്ടൽ ദൈർഘ്യം വരുന്നത്. അത്ര ദൈർഘ്യമില്ല ഈ സിനിമയ്ക്ക്. കാരണം ഇത് 2 മണിക്കൂറിൽ നിർത്തേണ്ട പടം എടുത്തിട്ട് 2 മണിക്കൂറല്ല, 1.25 മണിക്കൂറിന് തീർക്കേണ്ട സിനിമ എടുത്തിട്ട് 2 മണിക്കൂർ 21 മിനിറ്റിനുള്ള ഒരുപാട് സിനിമയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയം ക്വാളിറ്റി ഓർത്തിക്കാറ് ഫസ്റ്റ് ഹാഫിൽ ഇച്ചിരി ഉണ്ടായിരുന്നു, പക്ഷേ ഒരു മെനയായിട്ടില്ല, മെനയ്ക്ക് വന്നിട്ടില്ല എന്ന് പറയാനുള്ളത്. പിന്നെ ഈ വർഷം ഞാൻ ഈ വർഷം ഇറങ്ങിയ പടങ്ങളിൽ ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആടുജീവിതം മാത്രമാണ്. ഞാൻ അല്ലാതെ ഹൈപ്പ് കൊടുത്ത സൈന്ധവാണെങ്കിലും ആവേശമാണെങ്കിലും വേറെ ഫാമിലി സ്റ്റോറാണെങ്കിലും എനിക്ക് അത്രയും പിടിച്ചില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതാണെങ്കിലും ഭീമെന്ന സിനിമയാണ്. എനിക്ക് നല്ല ഹൈപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് വന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ടായിരുന്നു. അത് നടന്നില്ല. മാളവിക ശർമ്മയൊക്കെ കൂടുതൽ അറിയില്ലെങ്കിൽ ഞാൻ കോഫി വിത്ത് എന്ന് പറഞ്ഞിട്ട് സുന്ദർസി ഡയറക്റ്റ് ചെയ്തൊരു സിനിമ, അതിൽ ചെയ്യുമായിരുന്നു എൻ്റെ ഒരു ക്യാരക്ടർ ലീഡ് റോൾ വരുന്നുണ്ടായിരുന്നു. അതിൽ ചെയ്യേണ്ടതായിട്ട് മാളവിക ശർമ്മയായിരുന്നു. അതിലൊക്കെ വരെ പിന്നെ അത് മാത്രമല്ല, പിന്നെ റെഡ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, തടം എന്ന് പറയുന്ന ആറഞ്ചൻ തടം എന്ന് പറയുന്ന സിനിമ റീമേക്കാണ്. അത് നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വേറെ എനിക്കറിഞ്ഞു നല്ലതായിട്ട് അഭിനയിച്ചിരുന്നു. വേറെ ലേറ്റസ്റ്റായിട്ട് അർത്ഥമായിട്ട് പറയുന്നത് ഹരവും നമ്മുടെ സിനിമയാണ്. അത് സുധീർ ബാബു ക്യാരക്ടറാണ് സിനിമ നായിക. തെലുങ്കല്ല തന്നെയാണ്. പിന്നെ അതിന് ടൈപ്പുണ്ട്. കാരണം അത് സുധീർ ബാബു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യ എന്ന് പറയുന്ന സിനിമയാണ്. ഐസ്രോഫിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്തൊരു സിനിമ എന്ന് എനിക്ക് തോന്നിയതും അത് തന്നെയാണ്. ആ സിനിമയിൽ പിന്നെ മെയിൻ വില്ലനായിട്ട് അഭിനയിച്ച ആളാണ് സുധീർ ബാബു. പിന്നെ ആ സിനിമ എന്ന് പറയുമ്പോൾ പ്രഭാസിൻ്റെ
ദാസിൻ്റെ വർഷം ഒരു സിനിമയുടെ ഒഫീഷ്യൽ ഹിന്ദി റിമേക്ക് ആയിരുന്നു. ഇപ്പോൾ ഭാഗ്യം നമുക്ക് എത്ര രൂപയെന്ന് എനിക്കറിഞ്ഞൂടാ. ഭാഗ്യം എൻ്റെ കഥാകാരി തന്നെയാണ് പ്രതീക്ഷയുണ്ട്. പിന്നെ റിയ ഭവാനിശങ്കർ വളരെ കാര്യമാണ് വെറുപ്പിക്കും എനിക്ക് സൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മരീഷ് ഒരാളുണ്ട്. അവർ സിനിമയിൽ എന്തിനാണ് അഭിനയിച്ചിരിക്കുന്നത് മനസ്സിലാകുന്നില്ല. അവർ മറ്റേ അന്ധകൻ സിനിമ എനിക്കറിയാം. അതിനെ അതിൻ്റെ റീമേക്കായിട്ട് വന്ന സിനിമ മലയാളം റീമേക്കായിട്ട് വന്നതാണ്. ഇപ്പോൾ തെലുങ്ക് റീമേക്കായിട്ട് വന്നതാണ് മീസ്ട്രോ പറയുന്ന സിനിമ. അത് മീസ്ട്രോ എന്ന സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രം ഒരു സപ്പോർട്ട് ക്യാരക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിലൊക്കെ മര്യാദ അഭിനയിച്ചിരിക്കുന്നുണ്ട് ഇദ്ദേഹം. അപ്പോൾ ഞാൻ അഭിനയം പിന്നെ 28 അവിടെ റീമേക്കിൽ അഭിനയിക്കാൻ റീമേക്കിൽ ഞാൻ മര്യാദ അഭിനയിച്ചിരുന്നു. പിന്നെ വലിയ വിഷയമുണ്ട്. വിഷയമാണ് തെലുങ്കിൻ്റെ ഏത് പടത്തിൽ വെച്ച് നോക്കിയാൽ ഞാൻ ഗവൺമെൻറ് ചെയ്യാൻ പറ്റും. പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്തായാലും ഈ പടം കണ്ടവരുണ്ടെങ്കിൽ താഴെ അഭിപ്രായം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ പറയും. അതുവരത്തെ അടുത്ത വീഡിയോ സന്ധിക്കാൻ വരെ ബൈ ബൈ ടാറ്റ നമസ്കാരം അസ്സലാമു അലൈക്കും.